പ്രൈസ് ലോർഡ്. നിങ്ങൾ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. യേശുവിൻ കൂടെയുള്ള യാത്ര ആനന്ദമേ, ആത്മാവോട് ചേർന്നിരുന്നാൽ ഭയമില്ലയേ. യേശുവിൻ കൂടെയുള്ള യാത്ര ആനന്ദമേ, ആത്മാവോട് ചേർന്നിരുന്നാൽ ഭയമില്ലയേ. അൻപീറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹം എന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ കൂടെ മതി. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ഡിസംബർ മാസം 12-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക് സങ്കീർത്തനം 34-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കും. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു സന്തോഷപൂർണ്ണമായ ജീവിതം. എന്നാൽ ഈ ലോകത്തിൽ നാം നമുക്ക് ചുറ്റുപാടും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അനേകർ ചെയ്യാത്ത തെറ്റുകളിൽ അല്ലെങ്കിൽ അനേക പ്രശ്നങ്ങളിലൂടെ അനേക അനർത്ഥങ്ങളിലൂടെ കടന്നു പോകുന്നത് കാണാൻ കഴിയും. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന കഷ്ടതയിൽ നിന്നും കണ്ണുനീരിൽ നിന്നും പൂർണ്ണമായും നമ്മുടെ ദൈവത്തിന് നമ്മെ വിടുവിക്കാൻ കഴിയും. ഇതാ സങ്കീർത്തനക്കാരൻ പറയാണ്, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, എന്നാൽ യഹോവ അവയിൽ നിന്ന് എല്ലാറ്റിൽ നിന്നും അവനെ വിടുവിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ചാട്ടെ, നമ്മുടെ കണ്ണുനീരിൽ നിന്നും ദൈവത്തിന് നമ്മെ വിടുവിക്കാൻ കഴിയും. 34-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. ഇതാ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നമ്മുടെ നിലവിളിയിൽ, നമ്മുടെ പ്രാർത്ഥനയിൽ നാം അനുഭവിക്കുന്ന മുഴുവൻ കഷ്ടതയിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ദൈവത്തിന് നമ്മെ വിടുവിക്കാൻ കഴിയും. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9-10 വാക്യങ്ങൾ ശ്രദ്ധിക്കണമേ. എബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ അമ്മ, ഞാൻ അവനെ വ്യസനത്തോട് പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് എബേസ് എന്ന് പേരിട്ടു. 10-ാമത്തെ വാക്യം. എബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിര് വിശാലമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി. പ്രിയരെ, ഈ വാക്യം എല്ലാവർക്കും സുപരിചിതമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. എബേസ് തൻ്റെ ജനനം മുതലേ ഒരു വ്യസനപുത്രനായിരുന്നു. ജീവിതത്തിനകത്ത് അല്ലെങ്കിൽ അമ്മ അവൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവൻ്റെ ജനനത്തോടുകൂടെ കണ്ണുനീര് മാത്രമാണ് കണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതേപോലെ ചിലരെന്നെ കേൾക്കുന്നുണ്ട്. ജനിച്ച ആ നാൾ മുതൽ ആ വീട്ടിനകത്ത് വലിയ അനർത്ഥങ്ങളും വിഷമങ്ങളും വേദനകളും പ്രതികൂലങ്ങളും മാത്രമല്ല, അതൊന്നും കണ്ടിട്ടില്ല. ഹല്ലേലൂയ. അവരെ സ്വന്തം വീടിനെ മാതാപിതാക്കളെ പഠിച്ച് ഇന്നും ജീവിക്കുമ്പോൾ നിങ്ങളുടെ സ്ഥിതിയെ മാറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നിങ്ങൾ തിരിച്ചറിയുക. യേശു നിങ്ങളെ പൂർണ്ണമായി വിടുവിക്കാൻ തയ്യാറാകുന്നു. എബേസ് ഒരു സത്യം മനസ്സിലാക്കി. എബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിശാലമാക്കുകയും നിന്റെ കൈ എൻ്റെ കൂടെ ഇരുന്ന അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു. അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം അവന് മറുപടി കൊടുക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നീണ്ട നാളെ നിൽക്കുന്ന തകർച്ചകൾ, ഹല്ലേലൂയ, പെട്ടെന്നാണ് നമ്മുടെ വീട്ടിൽ, നമ്മുടെ ജീവിതങ്ങളിൽ അനർത്ഥങ്ങൾ വരുന്നത്. ഹല്ലേലൂയ. ഇതേപോലെ സാമ്പത്തികമായ തകർച്ച,
ജോലി നഷ്ടമായി പോയത്, ബാത്റൂമിലേക്ക് കയറിയപ്പോൾ വീണ അനുഭവങ്ങൾ, കൈകാലുകൾ ആക്സിഡൻറ്റിൽ ഒടിഞ്ഞു പോവുകയും തകർന്നു പോവുകയും ചെയ്ത് ഇന്നും എഴുന്നേക്കാൻ പറ്റാത്ത ഒത്തിരി അനർത്ഥങ്ങളിൽ കടന്നു പോകുന്നവരെന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഈ സമയത്ത് കണ്ണുനീരോടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ അവസ്ഥകൾക്ക് ദൈവത്തിന് മാറ്റാൻ കഴിയും. നമ്മുടെ അവസ്ഥകൾക്ക് ദൈവത്തിന് മാറ്റം വരുത്താൻ പറ്റും. നാം കടന്നു പോകുന്ന എല്ലാ പ്രതികൂലത്തിനകത്തും അനർത്ഥത്തിനകത്തും നമുക്ക് പ്രാർത്ഥനയിൽ ജയം പ്രാപിക്കാൻ പറ്റും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാനാണ് പറ്റുന്നത്. പ്രിയരെ, പ്രാർത്ഥന ദൈവം കേൾക്കും, നമ്മുടെ നിലവിളി ദൈവം കേൾക്കും. ഒന്നുകൂടെ പറഞ്ഞാൽ, അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ ഹെരോദാവ് യാക്കോബിനെ കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ടപ്പോൾ അവൻ പത്രോസിനെ പിടിച്ചു. പത്രോസിനെ കൊല്ലുമെന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ ആ രാത്രിയിൽ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുകയാണ്. ആ രാത്രിയിൽ ഹെരോദാവിൻ്റെ ചിന്തകൾക്കും അപ്പുറത്തായി കാരാഗ്രഹത്തിൻ്റെ പൂട്ടുകളെ തുറന്നുകൊണ്ട് ഇതാ പത്രോസിൻ്റെ ദൂതൻ പുറത്തു കൊണ്ടുവരികയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കാമെങ്കിൽ ഇതുവരെയും ശത്രു നിങ്ങളുടെ ജീവിതത്തിനകത്ത് നന്മ ആഗ്രഹിക്കാതെ അനർത്ഥങ്ങൾ ആഗ്രഹിക്കുന്ന ഒത്തിരി കണ്ണുകളുണ്ടാകാം. നമ്മുടെ എഴുന്നേൽപ്പോ നമ്മുടെ ഉയർച്ചയോ കാണാൻ പറ്റാത്ത ഒത്തിരി എതിർപ്പുകൾ നിങ്ങളുടെ ദേശത്തിൽ കാണാം. എന്നാൽ ഇതാ പ്രാർത്ഥനയിൽ അതിനെ ജയിക്കുവാൻ കഴിയും. ഒന്നുകൂടെ ആഴമായി ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ഇതാ പഴയ നിയമത്തിൽ യോസേഫ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാമത്തെ വാക്യം, നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷേ സഹോദരന്മാർക്ക് യോസേഫിനോട് അങ്ങ് എതിരായി. ഇതേപോലെ എതിരുകൾ അനുഭവിക്കുന്ന ഒത്തിരി പേരെന്നെ കേൾക്കുന്നുണ്ട്. ദൈവത്തിന് നന്മയ്ക്കാക്കി എതിരുകൾ ദോഷം അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ പ്രാർത്ഥനയിൽ അതിനെ മുഴുവൻ നന്മയാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണമേ. യോനാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം, അനന്തരം അവർ വരുവിൻ, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നു എന്നറിയേണ്ടതിന് നാം ചീട്ടുകളുക എന്ന് തമ്മിൽ പറഞ്ഞു. അങ്ങനെ അവർ ചീട്ടിട്ടു. ചീട്ട് യോനായ്ക്ക് വീണു. എന്നെ കേൾക്കുന്നവരെ, അവർ തമ്മിൽ പറയാണ്, ആരുടെ നിമിത്തമാണ് ഈ അനർത്ഥം വന്നിരിക്കുന്നത്. ചില ഭവനങ്ങളിൽ ചിലവരെ മേളിൽ അവരെന്തു ചെയ്താലും അനർത്ഥത്തിലേ അത് തീരത്തോളും. സങ്കടത്തിലും പ്രശ്നത്തിലും തോൽവിയിലുമാണ് മാറുന്നത്. എന്നാൽ നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം പ്രിയരെ. ഈ പ്രഭാതത്തിൽ അനർത്ഥങ്ങളെ നീക്കുന്ന ഒരു ദൈവം. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. യോബിന്റെ പുസ്തകം 21-ാം അധ്യായം 30-ാമത്തെ വാക്യം, അനർത്ഥ ദിവസത്തിൽ ദുഷ്ടൻ ഒഴിഞ്ഞു പോകുന്നു, ക്രോധ ദിവസത്തിൽ അവർക്ക് വിടുതൽ കിട്ടുന്നു. ഇത് യോബ് പറയാണ്, അനർത്ഥ ദിവസത്തിൽ ദുഷ്ടൻ ഒഴിഞ്ഞു പോവുകയാണ്, ക്രോധ ദിവസത്തിൽ അവർക്ക് വിടുതൽ കിട്ടുന്നു. നിങ്ങൾ വിശ്വസിച്ച ഏത് അനുഭവത്തിലാണ്, കണ്ണുനീരിലാണ്, സാമ്പത്തിക തകർച്ചയിലാണ്, വിഷമത്തിലാണ് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നെങ്കിലും ഇത് അനർത്ഥം നീങ്ങുവാൻ പോവുകയാണ്. ക്രോധത്തിൽ വിടുതൽ വെളിപ്പെടാൻ പോവുകയാണ്. ഒന്ന് കണ്ണുകൾ നടക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഒരു പൂർണ്ണ വിടുതൽ ഇന്ന് എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി വെളിപ്പെടട്ടെ. അത്ഭുതങ്ങൾ വെളിപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കാണുന്ന ഓരോ ദൈവമക്കളും ഇന്ന് വിടുതലുകൾ കാണട്ടെ. ഇവരുടെ ജീവിതത്തിൽ, ഇവരുടെ കുടുംബത്തിൽ, ഇവരുടെ തലമുറയിൽ നിൽക്കുന്ന അനർത്ഥങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ. ഇന്നൊരു വിശാലത, ഇന്നൊരു അനുഗ്രഹം, ഇന്നൊരു സന്തോഷം ഓരോ മക്കളുടെ ജീവിതത്തിലും വെളിപ്പെടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ അത് ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളെയും ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങൾ കടന്നു വരണമേ. വലിയ വിടുതലുകൾ പ്രാപിക്കുവാൻ ആയിരങ്ങൾക്ക് അത് വിടുതലായി തീർന്നിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മുടെ ആരാധനയ്ക്ക് പങ്കെടുക്കുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. തൃശ്ശൂരോ എറണാകുളത്തോ തിരുവനന്തപുരത്തോ കൊല്ലത്തോ ഒക്കെ കടന്നു വരാൻ പറ്റുന്നവർ കടന്നു വരണമേ. വലിയ ദൈവപ്രവർത്തികൾ കാണേണ്ടതിനായിട്ട് കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. കർത്താവ് വലിയ ഒരു അത്ഭുതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതേപോലെ ഒരു സ്പെഷ്യൽ അറിയിപ്പ്, ഈ വരുന്ന ഡിസംബർ മാസം 13 മുതൽ 15 വരെയും നമുക്ക് കൊല്ലത്ത് 72 മണിക്കൂർ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. കണ്ടിന്യൂ ആയിട്ടുള്ള സെഷനുകളാണ്. നിങ്ങൾ എവിടെ നിന്നാണോ എന്നെ ശ്രദ്ധിക്കുന്നത്, ഈ ഉപവാസ പ്രാർത്ഥനയിലേക്ക് കടന്നു വരാൻ പറ്റുമെങ്കിൽ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. വലിയൊരു ദൈവപ്രവർത്തിക്കായി ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.